റോക്കി ബേയുടെ ഡയലോഗ് കട്ടപ്പ പറഞ്ഞല്ലേ? റോക്കി ബേയുടെ ഡയലോഗ് കട്ടപ്പ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്. ഏതോ 10 പേരെ അടിച്ച് ഡോണായവനല്ല ഞാൻ അടിച്ച 10 പേരും ഡോണുകളായിരുന്നു. ജയ് മഹിഷ്മതി. ഇപ്പോഴും ബാഹുബലിക്ക് മുകളിലൊരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഞാൻ ചെയ്ത വർക്കുകളൊന്ന് പുതിയ ക്യൂട്ടിക്കുറ ബ്യൂട്ടി ബാത്ത് ഒലിവ് ഓയിലിന്റെയും പ്രിംറോസ് ഓയിലിന്റെയും മൃദുല സ്പർശം മറക്കാൻ കഴിയുമോ? ഡബ്ബിങ്ങിലൂടെ ഞെട്ടിച്ചതിലും സിനിമയുണ്ടോ? സൂഫ്രം സോ അത് ഭയങ്കര ഇമ്പാക്റ്റാണ്. കാരണം അതിനകത്ത് ഈ പറഞ്ഞ അമാനുഷികമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ എല്ലാവരുടെയും ശബ്ദം ഭയങ്കര ബേസ് ഉള്ളതോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും ശബ്ദത്തിൽ നല്ല ഹ്യൂമറിസമായിട്ടുള്ളൊരു സിനിമയാണ്. കമൽ സാറ് മാരിറ്റ് ഹോട്ടലിൽ റിസപ്ഷനിൽ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചെന്നങ്ങ് പറഞ്ഞു, ഐ ഡബ് ഫോർ യു ഇൻ കൽക്കി, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു സാർ എന്ന് പറഞ്ഞു. ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്. അപ്പോൾ അദ്ദേഹം റിയലി യു നോ വാട്ട് ഹി സെഡ്, ഹി ഡബ് ഫോർ മീ ഇൻ സെവറൽ ഫിലിംസ് ഇൻ ചാനൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്തിരിക്കുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി. ദശാവതാരം അതിൽ 10 ക്യാരക്ടറോളം ഉണ്ട്. ദശാവതാരം ചേർന്നാണോ ഡബ് ചെയ്തത്? അതെ, അതിനകത്ത് 1-2 ക്യാരക്ടേഴ്സ് ഒഴികെ ബാക്കിയുള്ള ഏകദേശം ഒരു 8 ഞാൻ തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത്. ബാഹുബലിയിൽ കട്ടപ്പയെ വിഷ്വലി ഞെട്ടിച്ച ആള് സത്യരാജാണെങ്കിൽ വോയിസിലൂടെ നമ്മളെ ഹുക്ക് ചെയ്ത ആളാണ് നമ്മുടെ ഒപ്പം ക്ലബ് എഫ് എമ്മിൽ പ്രവീൺ ചേട്ടാ. വെൽക്കം ക്ലബ് എഫ് എം. താങ്ക് യു. ഇപ്പൊ കുറെ ഡബ് ചെയ്തിട്ടുണ്ട്, കുറെ ആഡ് ചെയ്തിട്ടുണ്ട് സിനിമയുണ്ട്. സ്വന്തം വോയിസ് കേൾക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും അത് തന്നെയുള്ളൂ. എപ്പോഴും അത് തന്നെയാണ്. ഞാൻ എപ്പോഴും ചെന്നാലും ഇപ്പോൾ എത്ര രാത്രിയാണെങ്കിലും അത് എൻ്റെ വോയിസ് ഇങ്ങനെ കേൾക്കും. അപ്പോൾ അതിന് പരിചയത്തിൽ അയ്യോ കേട്ടെ ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത്. ഈ കോളേജ് ടൈമിൽ തന്നെയാണ് ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങിയത്. അതെ. ഫസ്റ്റ് ചെയ്ത വർക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചെയ്തത് ഉദ്യാനപാലകൻ എന്ന് പറഞ്ഞ സിനിമയുടെ പരസ്യമായിരുന്നു ഫസ്റ്റ് ചെയ്തത്. റേഡിയോയിൽ ആദ്യം വന്നത്. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതിലേക്ക് എത്താൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്നൊരു ഹർത്താൽ ദിവസമായിരുന്നു. അന്നിങ്ങനെ മിമിക്രി ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഹർത്താലിന് വേറെ ബസ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അവിടെ തന്നെ സ്റ്റുഡിയോയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അന്ന് ആ സ്റ്റുഡിയോയിലേക്ക് ഒരാളിങ്ങനെ വന്നിട്ട് 7 Arts വിജയകുമാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ MD വന്നിട്ട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ പടം റിലീസാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 ന്യൂസിൽ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പരസ്യം കൊടുത്തിട്ടുള്ളൂ, അന്വേഷിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. അന്ന് ഇതുപോലത്തെ മൊബൈൽ ഫോൺ അങ്ങനെ ഭയങ്കര വിപുലമായിട്ടുള്ളൊരു കാലഘട്ടം എന്നല്ല. പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊന്ന് റെക്കോർഡ് ചെയ്യണം, ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ഞങ്ങളിങ്ങനെ അന്ന് ഓൾഡ് റേഡിയോ തിരുവനന്തപുരത്ത് തന്നെ കൊണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിടണം, ഈ ആരെ കൊണ്ട് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നേക്കാം. അപ്പോൾ ഏതവനാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിനു മുമ്പൊക്കെ നമ്മൾ ഒരു അവസരം ചോദിച്ച് നടക്കാൻ അല്ലെങ്കിൽ അത് പറയാനുള്ള കോൺഫിഡൻസ് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആരെ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്നാൽ നീ കയറി പറഞ്ഞു എന്നുള്ള രീതിയിൽ എന്നാൽ ഞാൻ പറയാം, ഞാൻ വേണേൽ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മൾ ആ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ റെക്കോർഡിങ് കൊച്ചിൻ ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഉദ്യാനപാലകൻ സിനിമയുടെ പരസ്യം റെക്കോർഡ് ചെയ്യുന്നത്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് പുറത്തോട്ട് വരുന്നത്. അങ്ങനെയാണ് ഈ ഹരിശ്രീ പ്രവീൺ എന്നുള്ളൊരു പേര്. ഹരിശ്രീ പ്രവീൺ എന്നുള്ള പേര് അപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ അന്ന് ആ ട്രൂപ്പിൽ ഒരുപാട് പ്രാവശ്യം മിമിക്രിയും ഒക്കെ പോയി ഷോസൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഹരിശ്രീ പ്രവീൺ എന്നുള്ള പേര് നമുക്ക് കിട്ടി. പിന്നെ അന്നിങ്ങനെ ഓഡിയോ കാസറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡിയോ കാസറ്റുകളൊക്കെ ഹാസ്യ കാസറ്റുകളൊക്കെയാണ്. അപ്പോൾ ആക്ഷേപഹാസ്യ. അപ്പം അന്ന് ഇത്തരം കാസറ്റുകളിലൊക്കെ ഏതെല്ലാം ട്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് അതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ് അത് എടുക്കുന്നത്, ഇപ്പോഴത്തെ സിനിമയൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ അന്ന് കലാഭവൻ ഇന്നാൾ അല്ലെങ്കിൽ ഹരിശ്രീൽ ഇന്നാൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ എൻ്റെ പേര് ഹരിശ്രീ പ്രവീൺ എന്ന് അതിൻ്റെ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് നമ്മുടെ പേര്. അതിൻ്റെ തോമസ് തോപ്പിൽക്കുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചേട്ടച്ചാരുണ്ട്, പുള്ളിയാണ് റൈറ്ററാണ്. പുള്ളി ഒരുപാട് കാസറ്റുകൾക്കൊക്കെ ഹ്യൂമറൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു കക്ഷിയാണ്. അദ്ദേഹമാണ് എന്നെ ഹരിശ്രീ പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ആ പേരങ്ങനെ കാസറ്റിൽ ഇട്ട് തന്നത്. ആദ്യമായിട്ട് ഇട്ടുന്നത് അദ്ദേഹമാണ്. അതെ, അദ്ദേഹമാണ്. അതിനുശേഷം അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അല്ലാണ്ട് ആയിപ്പോയി. ഞാൻ അതിനു മുമ്പ് പല രീതിയിലും ഞാൻ എൻ്റെ നാടിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവീൺ കണയന്നൂർ, പ്രവീൺ ചോറ്റാനിക്കര പ്രവീൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല രീതിയിൽ പറയാൻ നോക്കിയെങ്കിലും ഇങ്ങനെ തോമസ് ചേട്ടൻ ഇട്ട് തന്ന പേരാണ് പിൽക്കാലത്ത് എനിക്ക് ഇങ്ങനെ ശ്രദ്ധേയമായിട്ട് കിട്ടിയത്. ഹരിശ്രീ പ്രവീൺ മതി. ആ രീതിയിൽ എല്ലാവരും പറയപ്പെടുന്നതും ആ രീതിയിലാണ്, വിളിക്കുന്നതും ആ രീതിയിലായിരിക്കും. ഞാൻ ആദ്യം കണ്ട ടൈമിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഹരിശ്രീ എന്ന് പറയുന്നതായിരിക്കും ശരി, അല്ലെങ്കിൽ പ്രവീൺ എന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി. ഞാൻ പിന്നെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് പ്രവീൺ എന്നാണ് ശരിക്കും പേര്. ഹരിശ്രീ എൻ്റെ ഇതാണ്. ശരിക്കും ഞാൻ പ്രവീണാണ്, ഇഷ്ടമുള്ളവരെന്നെ ഹരിശ്രീ പ്രവീൺ എന്ന് വിളിക്കും. ചിലവര് പ്രവീണേട്ടാന്ന് വിളിക്കും. അതെ 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 അതെ, പ്രവീൺ എന്ന് വിളിക്കും. അങ്ങനെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. അതെ അതെ, അത് വൈകി ചെന്നൊക്കെ കഴിയുമ്പോഴത്തേക്ക് എത്ര നേരം ഇത് വന്ന് അങ്ങനെ പ്രവീണ അല്ലേ അങ്ങനെയൊക്കെ ചെയ്യാം.
ഈ കുട്ടിക്കൂടെ ഒരു ആഡ് ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് വന്നിരുന്നു? അത് ഭയങ്കര വലിയ ഇമ്പാക്റ്റാണ്. എൻ്റെ പരസ്യരംഗത്തേക്കുള്ള ഒരുപാട് എൻട്രീസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആഡ് ഫിലിമിൻ്റെ വർക്ക് തന്നെയായിരുന്നു. അത് വി കെ പ്രകാശ് സാറായിരുന്നു എൻ്റെ സംവിധായകൻ. നമ്മുടെ എസ് രമേശൻ നായർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു ലിറിക്സ് എഴുതുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ മനു രമേശനായിരുന്നു എൻ്റെ മ്യൂസിക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു, ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇതിൻ്റെ ടാഗ് ലൈൻ എഴുതിയിട്ടില്ല. ഈ കുട്ടിക്കര ബ്യൂട്ടി ബാത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ പരസ്യം അവിടെ മ്യൂസിക്കൊക്കെ ചെയ്ത് അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു. അപ്പോഴത്തേക്കും പ്രിംറോസ് ഓയിലും ഒലിവ് ഓയിലും ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മിശ്രണമാണ് ഇത് എന്ന് ചേരുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ഇതെങ്ങനെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാമെന്ന് ഓർത്തിക്കുന്ന സമയത്താണ് എസ് രമേശൻ നായർ എന്ന് പറഞ്ഞ ആ വലിയൊരു മനുഷ്യൻ അവിടെ വരികയാണ്. അദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, വളരെ സിമ്പിൾ, എന്താ വേണ്ടേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, വി കെ പ്രകാശ് സാർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതാണ് വേണ്ടത്. ഓക്കെ, ഒലിവ് ഓയിലിൻ്റെയും പ്രിംറോസ് ഓയിലിൻ്റെയും മൃദുല സ്പർശം. പിന്നെ ഞാനത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കത് പറയാനുള്ള ഭാഗ്യമുണ്ട്. പുതിയ കുട്ടിക്കുര ബ്യൂട്ടി ബാത്ത് ഒലിവ് ഓയിലിൻ്റെയും പ്രിംറോസ് ഓയിലിൻ്റെയും മൃദുല സ്പർശം മറക്കാൻ കഴിയുമോ? അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കി തന്നൊരു പരസ്യം തന്നെയായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ മണോണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. ആ കറക്റ്റ് കേട്ട് ശീലമായോണ്ട്. അതെ. അതുപോലെ മിക്ക ചാനൽസിലും ഈ പരസ്യം വരുമ്പോൾ നമുക്ക് ഇത് കേൾക്കാം, അടുത്ത പ്രോഗ്രാം. അതെ. ഇങ്ങനെ നമുക്ക് കുറെ പേര് എന്നെ ഇമിറ്റേറ്റ് ചെയ്തും പറയുന്നുണ്ട് കേട്ടോ. ആണോ? ശരിക്കും? പിന്നെ കുറച്ചുപേരെ എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട് പരസ്യം. അങ്ങനെ ഞാനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ചിലർ. പ്രവീൺ ഹരിശ്രീ ആരാണ് ആദ്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്തത്? ഞാനങ്ങനെ എൻ്റെ വീട്ടിലുള്ള അച്ഛനെയും അമ്മയൊക്കെ തന്നെ ആയിരിക്കും ആദ്യം ഇമിറ്റേറ്റ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ എല്ലാവരെയും പോലെ തന്നെ. അല്ലാതെ നടന്മാരെ ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളന്ന് സിനിമ കാണൽ തന്നെ വളരെ കുറവാണല്ലോ. എന്നാലും ആദ്യമൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള അടുത്തപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ തന്നെ ആയിരിക്കും. സാധാരണ ചൈൽഡ്ഹുഡിൽ എല്ലാവർക്കും കിട്ടുന്നത് പോലെ തന്നെ കുറച്ച്. ഇപ്പോൾ കട്ടപ്പ തന്നൊരു ഇമ്പാക്റ്റ്, കട്ടപ്പയിലേക്ക് എങ്ങനെയാണ് ചേട്ടൻ വന്നത്? കട്ടപ്പയിലേക്ക് അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഡബ് ചെയ്യാറുണ്ടെങ്കിലും ഇങ്ങനൊരു ബ്രഹ്മാണ്ഡ സിനിമ വരുന്നു ഇതൊന്നും നമുക്കറിയില്ല. നമ്മുടെ വോയിസൊക്കെ ഇങ്ങനെ മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു. പുള്ളി ഇങ്ങനെ രാജമൗലിക്ക് അയച്ചു കൊടുക്കുകയും അപ്പോൾ അവിടുന്ന് നമുക്കൊരു സെലക്ഷൻ വരുമായിരുന്നു ചെയ്ത്. അത് ഡയറക്റ്റ് അവിടുന്ന് സെലക്ഷൻ ആയിരുന്നു രാജമൗലിയുടെ? അതെ. ഇന്ന ആൾക്കാർ ഇന്നത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞൊരു സജഷൻ അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പിന്നെയും ചെന്നൈയിൽ പോയിട്ട് വീണ്ടും ഒരു ഓഡീഷൻ എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ അവിടുന്ന് അവർ നോക്കി വെച്ചായിരുന്നു. അതിൻ്റെ ഡബിങ് അപ്പം നടന്നത് ചെന്നൈയിൽ വെച്ചായിരുന്നു. ബാഹുബലി ഫസ്റ്റിൻ്റെ ബിഗിനിങ് അത് ചെന്നൈയിലായിരുന്നു, മറ്റേതെല്ലാം ഹൈദരാബാദിൽ തന്നെ. അതെ. റിലീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് അവരാക്കണേ കുറെ കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ റിലീസ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും വീണ്ടും ഡബിങ്ങിന് ആവശ്യം വരുന്നുണ്ടോ? വീണ്ടും ഡബിങ്ങിൻ്റെ ആവശ്യം മേ ബി വന്നേക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പാച്ച് വർക്ക് വന്നേക്കാം. ഇല്ലെങ്കിലും അത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഡബ് ചെയ്തതിൻ്റെ റോ ഫയൽസ് എല്ലാം അവരുടെ തിരിക്കുണ്ടാവും മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. കേട്ടിട്ട് എന്ത് തോന്നും? അല്ല, അങ്ങനെ റീ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീണ്ടും വിളിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം പോയി ചെയ്യുന്നതിൽ. അതിനുശേഷം RRRലും അജയ് ദേവ്ഗന്റെ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. അതെ. അതും ഇതേപോലെ തന്നെ പുള്ളി സെലക്ട് ചെയ്താണോ? രാജമൗലി സെലക്ട് ചെയ്താണോ? അജയ് ദേവ്ഗൻ പിന്നീട് നമ്മൾ ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ടീമിനെ തന്നെ വിളിച്ചു എന്നുള്ള രീതിയിൽ നമുക്കും അങ്ങനെ ഒരു കോൾ വരെയായിരുന്നു. പക്ഷേ ഈ ലേറ്റസ്റ്റ് വന്ന കൽക്കിയിൽ പോലും കമലഹാസന്റെ വോയിസ് എല്ലാവരും വിചാരിക്കുന്നത് കമലഹാസൻ തന്നെയാണ് മലയാളത്തിൽ ചെയ്തത്. പക്ഷെ ആ മിസ്കിൻ ആ യാസ്കിന്റെ വോയിസ് ശരിക്കും പ്രവീൺ ചേട്ടൻ ചെയ്തത് ഞാൻ കേട്ടായിരുന്നു. ശരിക്കും പ്രവീൺ ചേട്ടൻ ഞാൻ തന്നെയാണ് ത്രൂ ഔട്ട് ദ ഫുള്ളും. അതെ. അധികം ഇല്ല അതിൻ്റെ അകത്ത്, എന്നാലും ഞാനായിരുന്നു ചെയ്തത്. പക്ഷെ മിക്കവരും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഇല്ല, അത് കമലഹാസൻ തന്നെയാണ് ചെയ്തത്. അതെ, ഞാൻ ആക്ച്വലി കമൽ സാറ് അദ്ദേഹത്തിൻ്റെ അടുത്ത ചിത്രമായ ഇന്ത്യൻ 2 റിലീസിന് ഇങ്ങനെ വേണ്ടിയിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു. എനിക്കൊരു പരിചയം അല്ലെങ്കിൽ അങ്ങനെ ആരും എന്നെ പരിചയപ്പെടുത്താനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മാരിറ്റ് ഹോട്ടലിൽ റിസപ്ഷനിൽ പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ചെന്നങ്ങ് പറഞ്ഞു, എനിക്കറിയാവുന്ന ലാംഗ്വേജിലും ഞാൻ പറഞ്ഞു, സർ മൈ നെയിം ഈസ് പ്രവീൺ, ഐ ഡബ് ഫോർ യു ഇൻ കൽക്കി, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് യു സാർ എന്ന് പറഞ്ഞു. ഷെയ്ക്ക് എൻ്റെ കൊടുത്ത്. അപ്പോൾ അദ്ദേഹം റിയലി യു നോ വാട്ട് ഹി സെഡ്, ഹി ഡബ് ഫോർ മീ ഇൻ സെവറൽ ഫിലിംസ് ഇൻ ചാനൽസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്തേക്കുന്ന മറ്റേ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ എന്നെ പരിചയപ്പെടുത്തി. അങ്ങനെ ഒരു അത് ഓൺലൈൻ മീഡിയ ഷൂട്ട് ചെയ്തു, അത് എനിക്ക് വീഡിയോ അയച്ചു തന്നു. ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് കുറച്ചും കൂടി അവർക്ക് കവർ ചെയ്യാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ പോർഷൻ എനിക്ക് അവർ അയച്ചു തന്നു. അപ്പോൾ അതിൻ്റെ എൻ്റെ മുഖം അതിനകത്ത് വ്യക്തമല്ലെങ്കിലും എനിക്ക് വീഡിയോ കിട്ടി. ഞാനത് എൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പുള്ളി കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം കൽക്കി മാത്രമല്ല കുറേ കമലഹാസൻ സിനിമയിൽ പുള്ളിനെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഭയങ്കര ഒരു അസാമാന്യ ഹൈറ്റോ വെയിറ്റോ അങ്ങനെ ഒന്നുള്ള മനുഷ്യനല്ലേ തന്നെ നമുക്കെന്തോ ഭയങ്കര ഒരു ഫീലാണ് ഇവരൊക്കെ അടുത്ത്. ഇപ്പം മമ്മൂക്ക, ലാലേട്ടൻ അവരൊക്കെ അടുത്ത് നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഫീൽ എന്താണോ അതേപോലത്തെ തന്നെ ഒരു
ഫീൽ നമുക്കുണ്ട്, ഭയങ്കര ഒരു ഓറയുണ്ട് അവരുടെയൊക്കെ ചുറ്റും. അത് സത്യം തന്നെയാണത്. ആണല്ലേ? അതെ അതെ അതെ. ആ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു തരിപ്പ് അത് വേറെ സംഭവമാണ്. ആ ദിവസം ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം കുറെ സിനിമ ദശാവതാരം അതിൽ 10 ക്യാരക്ടറോളം ഉണ്ട്. ദശാവതാരം ചേട്ടനാണ് ഡബ് ചെയ്തത്. അതെ, അതിനകത്ത് ഒരു 1-2 ക്യാരക്ടേഴ്സ് ഒഴികെ ബാക്കിയുള്ള ഏകദേശം ഒരു 8 ഞാൻ തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത്. 8 കുറച്ച് ഡിഫറെന്റ് ആണ്. അതിപ്പോ എങ്ങനെയാണ് ഈ ഡബിങ് ആക്ച്വലി ശരിക്കും പറഞ്ഞത് കുറെ പണിയാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഏറ്റവും പണി ഇതിൽ ഏതാണ്? വില്ലൻ ക്യാരക്ടറിന്റെ വോയിസ് ഡബ് ചെയ്യുമ്പോഴാണോ, കൊമേഡിയനെ ഡബ് ചെയ്യുമ്പോഴാണോ, അതൊരു സൈലന്റ് ആണ്? ബുദ്ധിമുട്ട് ഹ്യൂമർ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോഴാണ്. കാരണം ഒരു നാട്ടിലൊരാൾ ഒരു ലാംഗ്വേജിൽ ഒരാൾ അഭിനയിച്ചു, ആ അഭിനയിച്ച സാധനം മേ ബി റീമേക്ക് ചെയ്യുമ്പോൾ പോലും അത് സക്സസ് ആവാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലത്തെ ഹ്യൂമറിൻ്റെ എലമെൻറ്റുകളെല്ലാം ചിലപ്പോൾ ചോർന്നു പോയിട്ടുണ്ടാവാം. ഇപ്പോൾ ഉദാഹരണമാണ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പഞ്ചാബി ഹൗസിൻ്റെ റീമേക്ക് ചെയ്ത സമയത്ത് അതിലത്തെ ആ ഊമ ക്യാരക്ടറിനെ ഡബ് ചെയ്യാനും ദിലീപേട്ടൻ തന്നെയായിരുന്നു മറ്റു ലാംഗ്വേജിലും ചെയ്തത്. കാരണം അവർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഹ്യൂമർ വരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഈ എല്ലാ ഹ്യൂമർ കഥാപാത്രങ്ങൾക്കും അതാണ് ഡബ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എനിക്കൊരു ഏറ്റവും കൂടുതൽ വെല്ലുവിളി തോന്നിയിട്ടുള്ളത് നമ്മൾ ഇവിടെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ഹ്യൂമറിൻ്റെ എലമെൻറ്റ് ചോർന്നു പോകാതിരിക്കും. ഇപ്പോൾ ഉദാഹരണം ബാഹുബലിയൊക്കെ ഡബ് ചെയ്ത സമയത്ത് ആ പ്രാവിനെ കറി വയ്ക്കുന്ന കാര്യമൊക്കെ പുള്ളി പറയുന്നത്. അപ്പോൾ അത് ആൾക്കാർ ചിരിക്കണം നമുക്കിവിടെ. അത് എല്ലാ ലാംഗ്വേജിലും ചിരിക്കുന്നുണ്ട്, മലയാളത്തിലും ചിരിക്കണമല്ലോ. അപ്പോൾ ചിരിക്കണമെങ്കിൽ നമ്മൾ ആ ചിരി വരുത്തിക്കണം. അല്ലാതെ സാധാരണ വെറുതെ ഒരു ഡബ്ബറായി കഴിഞ്ഞാൽ മാത്രം നമുക്കൊരു അവിടെ ഒരു ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ അതാ എൻ്റെ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് സൂ ഫ്രം സോ എന്ന് പറഞ്ഞിട്ട്, ചിരിച്ച് വശം കിടുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഹ്യൂമർ എലമെൻറ്റ് ചോർന്നു പോകാതെയാണ് അതിൻ്റെ റൈറ്ററായ സതീഷ് മുതുകുളം അത് സെറ്റപ്പാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ അതിനകത്ത് പങ്കെടുത്തിരിക്കുന്ന എല്ലാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും വളരെ നന്നായിട്ട് തന്നെയാണ് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഹ്യൂമറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഹ്യൂമർ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നിറഞ്ഞതുമാണ് ഡബ്ബിങ്ങിൽ. നൈസ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡബ്ബിംഗ് ഇൻഡസ്ട്രിയെ പഴയ വെച്ചിട്ടും ഇപ്പോഴത്തെ ഡബ്ബിംഗ് ഇൻഡസ്ട്രിയും ചേട്ടൻ വരുമ്പോഴും ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ ക്വാളിറ്റി വൈസ് എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്? ക്വാളിറ്റി വൈസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഷ്ടപ്പാട് കുറവാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തേ ഓക്കെ അല്ലേ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കുന്നത്. പണ്ട് ഓക്കെ ആണോ എന്ന് നമ്മളൊന്ന് ചോദിക്കായിരുന്നു. പണ്ട് എനിക്ക് മുമ്പ് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ വളർച്ചയിൽ നമുക്കിടെ മനുഷ്യൻ്റെ പ്രയത്നം കുറവാണ്. പണ്ട് റീല് മറ്റേ സിനിമയുടെ റോളിലായിരുന്നു ഡബിന്, ഫിലിം റോളുകളിലായിരുന്നു ഡബ് ചെയ്തുകൊണ്ടിരുന്നത്, നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലത്ത് തെറ്റിപ്പോയാൽ വീണ്ടും ഒന്നേന്ന് തൊട്ട് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ കോമ്പിനേഷനൊക്കെ ആയിട്ട് ആളുകൾ ഡബ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫ്രെയിമിൽ തന്നെ 2-3 പേരുണ്ടെങ്കിൽ അവരെല്ലാവരും മറ്റേ ടൈം സ്റ്റുഡിയോയിൽ വേണമായിരുന്നു, ട്രാക്കുകൾ കുറവായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് സെപ്പറേറ്റ് ട്രാക്കുകൾ ഇഷ്ടംമാതിരിയായി. പിന്നീട് അത് മാറിയിട്ട് ഡിജിറ്റലൈസ് ആയി. ഇപ്പം പക്കാ ഡിജിറ്റലൈസ്. ഇപ്പോൾ എയുടെ ഒരു സാങ്കേതികത കൂടി ഉണ്ട് ഡബിങ്ങിൻ്റെ പിന്നിൽ. ഇപ്പോൾ ശരിക്കും ഈ ഡബിങ്ങിലേക്ക് പോകുന്നുണ്ട്, മിക്ക സിനിമകളിലേക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മിക്ക സിനിമകളിലും ഇപ്പോൾ അത് വന്നു തുടങ്ങി. പിന്നെ ഈ ഫീലിങ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. എല്ലാ ഫീലിങ്സും അതിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് വിജയിക്കുന്നത്. ചില ഫീലിങ്സുകൾ ഇപ്പോഴും എക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതുകൊണ്ടാണല്ലോ ഇപ്പോഴും മനുഷ്യൻ്റെ ആവശ്യകത വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതിനും കാലക്രമേണ മാറ്റം വരായികയില്ല. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് നമ്മുടെ ജോലി കൊണ്ടുപോകും. പ്രവീൺ ചേട്ടൻ എന്ത് തോന്നുന്നു, ഡബിങ് കൊണ്ടുപോകും? തീർച്ചയായിട്ടും കാലോചിതമായ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടാകും. പക്ഷെ അതിനനുസരിച്ച് മറ്റു രീതിയിലേക്ക് നമ്മുടെ ഇൻപുട്ട് മറ്റു രീതിയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വന്നു എന്ന് കരുതി നമ്മളൊരിക്കൽ മനുഷ്യൻ അങ്ങനെ നശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമല്ലല്ലോ. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങളിലും നമ്മൾ അപ്ഡേഷൻ വരുത്തണം, സ്വിച്ച് ചെയ്ത് പോകണം. ഓഹോ നൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഡബിങ് ഈസിയാണ്. കാരണം നമ്മൾ പല ദിവസം ഷോ കൂടി ചിരിക്കണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ആ ഒരു ഹാപ്പി മൂഡായിരിക്കും. സാഡ് ആയിട്ടിരിക്കുമ്പോൾ ഈ ഹാപ്പി മൂഡൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ കൺവിൻസ് ചെയ്ത് ചെയ്യുക? അതായത് നമ്മുടെ ഈഗോസും നമ്മുടെ മറ്റ് ഫീലിങ്സുകളെല്ലാം പടിക്ക് പുറത്താണ്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ വേറൊരു മനുഷ്യനായിട്ട് തന്നെ വേണം ഇരിക്കാനായിട്ട്. നമ്മൾ ഫ്രീ ബേഡായിട്ടിരുന്നാലാണ് നമുക്ക് കരയാനോ ചിരിക്കാനോ പറ്റൂ. അതിപ്പോൾ ഒരു ആക്ടർക്കാണെങ്കിലും ഒരു ആക്ട്രസിനാണെങ്കിലും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനാണെങ്കിലും അതൊക്കെ തന്നെയാണ്. ഈവൻ ആർജയ്ക്ക് കൂടി അത് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. കറക്റ്റ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയണതാണോ അല്ലെങ്കിൽ വോയിസ് ആക്ടർ എന്ന് പറയുന്നതാണോ ശരി? കാരണം പിന്നിൽ നിന്ന് ഒരു അഭിനയം കൂടിയാണത്. അതെ അതെ, വോയിസ് ആക്ടർ എന്ന് തന്നെയാണ് ഇതിന് പറയേണ്ടത്. വോയിസിൻ്റെ ആക്ടിംഗ് ആണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വോയിസ് ആക്ടർ എന്ന് തന്നെയാണ് പറയുന്നത്. ലിപ്സിംഗ് ഒക്കെ ഭയങ്കര ടഫാണെന്ന് കേട്ടിട്ടുണ്ട് ഒരു ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ മാച്ച് ചെയ്യണം, വേറെ ഭാഷയാണെങ്കിൽ പോലും അതിന് ഉൾക്കൊള്ളുന്ന ആ രീതിയിൽ മാച്ച് ചെയ്ത് വേണം നമ്മൾ സംഭവം പറയാൻ. ശരിക്കും അപ്പോൾ ഇത്രയും ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയതെങ്കിലും ക്യാരക്ടർ ഉണ്ടോ?
അല്ല, സാറ്റിസ്ഫൈഡ് എന്ന് തോന്നിയ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ എസ് ജെ സൂര്യക്ക് ഡബ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. ഞാൻ മെർസൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഇതിൽ, അപ്പോൾ എസ് ജെ സൂര്യക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് വില്ലന്മാർക്കൊക്കെ നമ്മൾ ഡബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് കിട്ടിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് ബാഹുബലി തന്നെയാണ്, കട്ടപ്പയ്ക്ക് തന്നെയാണ്. ആസ് എ പേഴ്സൺ ചെയ്യുന്ന സാറ്റിസ്ഫൈഡ് തോന്നി. ഇപ്പം ചിലപ്പോൾ റെക്കഗ്നീഷൻ കിട്ടിയെന്നില്ല, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഒഴുത്തേക്ക് ചെയ്തപ്പോൾ എനിക്ക് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. ഞാനൊരു ഡിവോഷണൽ ചാനലിന് വേണ്ടിയിട്ട് പണ്ട് ജീസസ് കിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് ഈ ജീസസ് കിഡ്സിൻ്റെ ഡബ്ബിങ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മൃഗങ്ങളുടെ രൂപം ഇട്ടിട്ട് ആളുകളാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുരങ്ങനുണ്ടാവും, അണ്ണാനുണ്ടാവും, ആനയുണ്ടാവും, കരടി ഉണ്ടാവും, കുറുക്കൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ മൃഗങ്ങളായിട്ടല്ല, മനുഷ്യരെ പോലെ സ്വഭാവമുള്ള സ്കൂളിൽ പോകുന്ന കുരങ്ങൻ, അല്ലെങ്കിൽ പ്രിൻസിപ്പളായ ആന, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇവരിങ്ങനെ നല്ല കഥകളാണ്. ഇങ്ങനെ മൃഗങ്ങളുടെ വേഷം ഇട്ടിട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ജീസസ് കിഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല കഥകൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് മൊത്തം ഭയങ്കര സീരിയസ് ആണ്. ഞാൻ ചെല്ലും ഭയങ്കര സീരിയസ് ആയിട്ട് ആന സംസാരിക്കുന്നു, ഭയങ്കര സീരിയസ് ആയിട്ട് കുറുക്കൻ സംസാരിക്കുന്നു. ശരി ആന സാറേ, ഞാൻ സ്കൂളിൽ വന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ്. അപ്പോൾ എനിക്കിതിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഡബ് ചെയ്യാനായിട്ട് അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ അതിൻ്റെ ഡയറക്ടർ നമുക്ക് ഇതൊന്നും ഒരു സുഖം വന്നില്ല ഈ സാധനം ചെയ്തിട്ട്, ഞങ്ങളായിട്ട് എന്താണെന്നറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ ഞാനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് എന്നിട്ട് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഹ്യൂമർ എലിമെൻറ്റ് കൊണ്ടുവന്നു. അങ്ങനെ ഹ്യൂമർ എലിമെൻറ്റ് കൊണ്ടുവന്നിട്ട് പിന്നെ ചിലരെയൊക്കെ ചില നടന്മാരുടെ ഒരു സ്വഭാവ രീതികളിലേക്ക് കൂടി മാറ്റി വെച്ചിട്ട്, ഇപ്പോൾ കുറുക്കൻ്റെയൊക്കെ ഡബ് ചെയ്യുമ്പോൾ ഒരു കൊച്ചു പ്രേമൻ ചേട്ടൻ്റെ സൗണ്ട്, അല്ലെങ്കിൽ ആനയ്ക്കൊരു ജനാർദ്ദൻ ചേട്ടൻ്റെ ഒരു ടച്ച്, ഇന്ദ്രൻസിൻ്റെ ഒരു ചെറിയ ടച്ചുള്ള ഒരു ജിറാഫ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മിക്കു കുരങ്ങൻ എന്ന് പറഞ്ഞാൽ കുരങ്ങനുണ്ട്. ഈ കുരങ്ങനെ എഴുത്തൊക്കെ വരാൻ തുടങ്ങി അവിടെ. പിന്നീട് കുറച്ച് ദിവസം ഈ പോസ്റ്റ് കാർഡിൽ കുറേ എഴുത്തുകളൊക്കെ വന്നിട്ട് മിക്കു കുരങ്ങനോടെ, ഞങ്ങൾ മിക്കു കുരങ്ങൻ്റെ ആരാധകരാണ്, മിക്കു എല്ലാം. അപ്പോൾ ഒരിടക്ക് നമ്മൾ ഓരോ പ്രാവശ്യം ഡബ് ചെയ്യാൻ ചെല്ലുമ്പോൾ, അന്നൊക്കെ നമ്മുടെ ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു, അപ്പോൾ നമുക്ക് വളരെ തുച്ഛമായ പ്രതിഫലമാണ് കിട്ടുന്നെങ്കിലും ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ കഴിഞ്ഞ ആഴ്ച മിക്കു കുരങ്ങന് വന്ന ലെറ്റർ ഇത് എന്നാണ്. കാരണം മിക്കു കുരങ്ങൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇന്നൊരു സാധനമാണ് നമ്മൾ. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ആസ് എ ബിഗിനർ അന്ന് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കിട്ടിയൊരു സംഭവമായിരുന്നു. അപ്പം ഞാൻ അന്ന് എന്നും പറയുന്നത് എനിക്ക് പൈസ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമുക്ക് പ്രതിഫലത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ ഇതുപോലുള്ള ചില അഡീഷണൽ സംഭവം കൂടി കിട്ടുമ്പോഴാണ് ഒരു ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് ഒരു മൈലേജ് കിട്ടുന്നത്, നമുക്ക് പിന്നീട് നടക്കാനുള്ള ഒരു എനർജി കിട്ടുന്നത്, ഓടാനുള്ള ഒരു ഉന്മേഷം തന്നെ. ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എന്നാലും അത് ഞാൻ അന്ന് പണ്ടിങ്ങനെ ചെയ്തു തരുന്നു. അപ്പോൾ അന്ന് ഓരോ കഥകളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് അന്ന് ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയൊരു ഓളത്തിന് ഞാനിപ്പോൾ അതിൻ്റെ കഥകളോ ഡയലോഗൊന്നും ഓർത്തിരിക്കുന്നില്ലെങ്കിൽ തന്നെ എനിക്കത് ഒരിക്കൽ കൂടി ഇത് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അത് എൻ്റെ കോപ്പിയോ ഒന്നും എനിക്കറിയില്ല എവിടെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത വർക്കുകളിൽ ഒന്നായിരുന്നു അത്. അതേപോലെ തന്നെ കാർട്ടൂൺസിലും ഈ പറഞ്ഞ വോയിസ് കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺസിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് കാർട്ടൂൺ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് അനുഭവം. എനിക്ക് എല്ലാവരും പറയാറുണ്ട്, എല്ലാ ഡബ്ബിങ് ആർട്ടിസ്റ്റിലും പറയുന്നത് എനിക്ക് അവർക്കെല്ലാവർക്കും ഏറ്റവും എളുപ്പം ഡബ് ചെയ്യാൻ കാർട്ടൂണാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചാൽ എനിക്ക് അങ്ങനെ കാർട്ടൂണിക്കായിട്ടുള്ളൊരു സംഭവം ഡബ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം അവരുടെ ആ സ്പീഡ് തന്നെ ഭയങ്കര വ്യത്യാസമാണ്. കാരണം അവർ ഓൾറെഡി അവരുടെ ആക്ച്വലി ഒരാളുടെ ശബ്ദം കേട്ട ശേഷമാണ് കാർട്ടൂണിക്കിൻ്റെ വോയിസ് ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് ഇംഗ്ലീഷിൽ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ അത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ ആ ഒരു സ്പീഡിൽ ഇതിനെ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മെൻ്റലി എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല. പിന്നെ അതും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. കാർട്ടൂണിക് വോയിസുകളൊക്കെ, കാർട്ടൂൺ സീരിയലുകളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്കെന്തോ അത് ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അതെ. പിന്നെ എനിക്ക് അതുപോലെ തന്നെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ ഡബ്ബിങ്ങിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഒരു ലിപ്പിലൊരു ക്യാരക്ടറിന് ഡബ് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ റേഡിയോ പരസ്യം പറയുമ്പോഴാണോ, അല്ലെങ്കിൽ ടി വിയിൽ പരസ്യം ഡബ് ചെയ്യുമ്പോഴാണോ? അപ്പം ഞാൻ പറയാറില്ല, എനിക്ക് ഡോക്യുമെൻ്ററീസ് ഡബ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കരുതലോടെ ഇരിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് ഡോക്യുമെൻ്ററീസ്. യെസ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു ക്യാരക്ടറിനെ ഡബ് ചെയ്തു. ഇപ്പോൾ ബാഹുബലിയിൽ കട്ടപ്പയ്ക്ക് ഡബ് ചെയ്തു. കട്ടപ്പയുടെ ചേഷ്ടകൾ, കട്ടപ്പ എന്ത് കാണിക്കുന്നു, കട്ടപ്പ അത് ചെയ്യുന്നു, കട്ടപ്പ കരയുന്നു, കട്ടപ്പ ചിരിക്കുന്നു, എല്ലാം ഓക്കെ. ഇല്ലെങ്കിൽ കട്ടപ്പ ദേഷ്യപ്പെടുന്നു, ഓക്കെ. ഇതുപോലെ തന്നെ വേറൊരു ക്യാരക്ടറാണില്ല തന്നെ. പക്ഷേ നമ്മൾ ഒരു ഡോക്യുമെൻ്ററി ഡബ് ചെയ്യുമ്പോൾ
ഒരുപാട് സംഭവങ്ങളുടെ ഫീലിങ്സുകളെല്ലാം നമ്മുടെ ഈ ശബ്ദത്തിൽ വരണം. ഇപ്പോൾ ഉദാഹരണം തൃശ്ശൂർ പൂരം നടന്നു. തൃശ്ശൂർ പൂരത്തിന് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആനയിടഞ്ഞു, അവിടെ കുറച്ച് ആൾക്കാർ ഓടി, ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വന്നു, അവിടെ ആൾക്കാർ മറ്റേ സദ്യ കഴിച്ചു, ഇവിടെ കുടമാറ്റം നടന്നു, മറ്റിടത്തിൽ ലാത്തി ചാർജ് വന്നു, ഇങ്ങനെ വന്നു, അങ്ങനെ വന്നു, അവിടെ ബ്ലോക്കായി. അപ്പോൾ ഒരുപാട് 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 ഫീലിങ്സുകളുടെ ഇടയിൽ കൂടി വേണം നമ്മളിത് കടന്നു പോയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരു ട്രോഫി വള്ളംകളിയുടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കൂടുതൽ ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വിഷ്വൽ ഇവർക്ക് കൊടുക്കണം. അതെ അതെ, ഇത്രയും വിഷ്വൽസ് നമ്മൾ നമ്മുടെ ശബ്ദത്തിൽ കൂടി കൊടുക്കണം. ശബ്ദത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം റേഡിയോ തന്നെ. കാരണം ആളുകളെ ആരെയും കാണാതെ ഒരു മുറിക്കള്ളിൽ ഇരുന്നുകൊണ്ട് ഇത്രയും ഫീലിങ്സുകൾ നിങ്ങൾ ലോകമെമ്പാടും നിങ്ങൾ സ്പ്രെഡ് ചെയ്യണം നിങ്ങളുടെ ശബ്ദത്തിലൂടെ. ഈവൻ നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ കൊറോണയുടെ സമയത്താണെങ്കിലും റേഡിയോ ചെയ്ത ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്ര ഇമ്പാക്റ്റ്. അപ്പോൾ അതാണ് പറഞ്ഞത്, ശബ്ദത്തിലൂടെ പലതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, പല പല ഫീലിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ. പിന്നല്ല, ഇപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോ കാറിലിരുന്ന് ഡബ് ചെയ്യാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ ക്വാളിറ്റി കിട്ടുമോ കാറിൽ? അതേ സെയിം അത് ക്വാളിറ്റി കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ എപ്പോഴും നല്ലൊരു സൗണ്ട് എഞ്ചിനീയറുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതിനകത്ത് ക്വാളിറ്റി നിശ്ചയിക്കപ്പെടുന്നത്. നമ്മൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നത്. കാരണം ഞാൻ എന്നെപ്പോലെ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് നമ്മുടെ ഡബ്ബിംഗ് ലൈഫിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ, നമ്മൾ ഒരു കാറിലിരുന്ന് ഡബ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാരവാനിലിരുന്ന് ഡബ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്നതിനും നമ്മുടെ ഡബ്ബിങ് നമ്മൾ തടസ്സപ്പെടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു പോയി. കാരണം ഇപ്പോൾ മൊബൈലിരുന്ന് ഡബ് ചെയ്താലും നമുക്ക് പുറത്തുനിന്ന് സൗണ്ട് ക്യാച്ച് ചെയ്യും. അങ്ങനെ ചോദിച്ച് അപ്പോഴും ഈ റേഡിയോയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് എന്താ പറയുക ഹാൻഡി റെക്കോർഡറിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ട് ഒരുപാട് ഓപ്പൺ എയറിലാണെങ്കിൽ പോലും ഒരുപാട് പേരുടെ ടോക്ക് ഷോയും അല്ലെങ്കിൽ ബൈറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് നിങ്ങൾ വളരെ ഭംഗിയായിട്ട് മിക്സ് ചെയ്തത് പുറത്തേക്ക് ഇടാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലും സൗണ്ട് ക്യാച്ച് ചെയ്യും പറഞ്ഞു. പിന്നെ അതിന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡൈനാമിക് മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പരിധി വരെ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഔട്ട്സൈഡ് ആംബിയൻസ് ഇല്ലാതെ തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഒരു ഡൈനാമിക് മൈക്കൊക്കെ കണക്ട് ചെയ്ത് വണ്ടിയിൽ നിന്ന് റെക്കോർഡ് ചെയ്യും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളുടെ ഉൾവശം അക്കോസ്റ്റിക് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വണ്ടിയിലിരുന്ന് റെക്കോർഡ് ചെയ്യാറുണ്ട്. റെക്കോർഡ് ചെയ്ത ശേഷം അതൊരു റോ ഫയലാണ്. അതൊരു നല്ല സൗണ്ട് എഞ്ചിനീയറുടെ കയ്യിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മുടെ സൗണ്ട് നന്നായിട്ട് വരാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയറാണ് ആ ടൈമിൻ്റെ ഒരു ദൈവം. തീർച്ചയായിട്ടും സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയർ വഹിക്കുന്ന ഒരു പങ്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. കാരണം നമുക്ക് തൊണ്ടവേദന ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് മോശമാണോ എന്ന് നമ്മളറിയുന്നതിനൊക്കെ കൂടുതൽ അവരാണ് അറിയുന്നത്. അതായത് കട്ടപ്പ ബാഹുബലിക്ക് ശേഷം നമ്മൾ കുറേ വോയിസ് കൊടുത്തിട്ടുണ്ടാവില്ല സിനിമയ്ക്ക്. ഓക്കെ, പക്ഷെ ഇതിനധികം റീച്ച് കിട്ടിയില്ല. ഇത് ഭയങ്കരമായിട്ടും അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നി. ഓക്കെ. അല്ല, അതെല്ലാം അങ്ങനെ തന്നെ തോന്നില്ല. കാരണം ഇപ്പോഴും ബാഹുബലിക്ക് മുകളിലൊരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആസ് എ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഞാൻ ചെയ്ത വർക്കുകളൊന്നും. അപ്പോൾ ഇനി അത് വരാത്തിടത്തോളം കാലം അതെല്ലാം അതിന് താഴെ തന്നെയാണല്ലോ, അൺറേറ്റഡ് ആണല്ലോ എല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. റീസെൻ്റ്ലി ഡബ്ബിങ്ങിൽ വന്നോ? ഡബ്ബിങ്ങിലൂടെ ഞെട്ടിച്ചതിലും സിനിമയുണ്ടോ? ഡബ്ബിങ്ങിലൂടെ ഞെട്ടിച്ച സിനിമയെക്കുറിച്ചാണ് ഞാൻ കുറച്ചും പറഞ്ഞത്. സൂ ഫ്രം സോ അത് ഭയങ്കര ഇമ്പാക്റ്റാണ്. കാരണം അതിനകത്ത് ഈ പറഞ്ഞ അമാനുഷികമായ ശബ്ദങ്ങളോ അല്ലെങ്കിൽ എല്ലാവരുടെയും ശബ്ദം ഭയങ്കര ബേസ് ഉള്ളതോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ എല്ലാവരുടെയും ശബ്ദത്തിന് നല്ല ഹ്യൂമറിസമായിട്ടുള്ളൊരു സിനിമയാണിത്. ഭയങ്കര ഹ്യൂമറിക് ആയിട്ടുള്ള സിനിമ, ഭയങ്കര. അപ്പോൾ അത് എന്നെ ഞെട്ടിച്ചു ആ സിനിമ. സെഗ്മെന്റിലേക്ക് പോവാം. ശരി, ചെറിയൊരു സെഗ്മെന്റ്. ആയിക്കോട്ടെ. ഇപ്പോൾ സപ്പോസ് KGF ഫേമസ് ഡയലോഗാണല്ലോ, ഏതോ 10 പേരടിച്ച് ഡോണായവനല്ല ഞാൻ അടിച്ച 10 പേരും ഡോണാണ്. ഈ സാധനം കട്ടപ്പ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊന്ന് എനിക്ക് വേണ്ടി ചെയ്യാവോ? കട്ടപ്പയുടെ വോയിസിൽ ഈ ഡയലോഗ് എന്ന് പറയാമോ? അയ്യോ, അതൊരു വലിയ വെല്ലുവിളിയാണല്ലോ ഈ പറയുന്നത്. ഏതോ 10 പേരെ അടിച്ച് ഡോണയാളല്ല ഞാൻ അടിച്ച 10 പേരും ഡോണുകളായിരുന്നു. ഓക്കെ. അപ്പോൾ റോക്കി ബേയുടെ ഡയലോഗ് കട്ടപ്പ പറഞ്ഞല്ലേ? റോക്കി ബേയുടെ ഡയലോഗ് കട്ടപ്പ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കട്ടപ്പയുടെ ഡയലോഗ് അറിയാമല്ലോ, മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, ഏതോ 10 പേരെ അടിച്ച് ഡോണായവനല്ല ഞാൻ അടിച്ച 10 പേരും ഡോണുകളായിരുന്നു. ജയ് മഹിഷ്മതി. കേൾക്കണ്ട. വോയിസ് കേട്ടിട്ട് ആൾക്കാർ എപ്പോഴെങ്കിലും ചേട്ടാ മറ്റേത് അങ്ങനെ തിരിച്ചറിഞ്ഞ മൊമെന്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ടോ? അതിനേക്കാളും ഒരു തിരിച്ചറിഞ്ഞേക്കാളും ഉപരി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇങ്ങനെ എൻ്റെ ബ്രദർ ഒരു ടേക്ക് അവേ കൗണ്ടർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ്റെ തലേദിവസം ഞാൻ എൻ്റെ വൈഫും കൂടി കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാൻ പോകണം, ഒരു സ്റ്റീൽ പാത്രക്കടയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സാധനം പറഞ്ഞു, എൻ്റെ വീട്ടിലെല്ലാവരും എന്തെങ്കിലും ബാർഗെയിൻ ചെയ്യണമെങ്കിൽ എന്നെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞാൽ വില കുറച്ചിട്ട് നിങ്ങൾ. അപ്പം ഞാൻ ചേട്ടാ അത് നമുക്ക് എല്ലാം കൂടി 2500 രൂപ കിട്ടില്ല, നമുക്കൊരു 2250 തന്നൂടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ബാർഗെയിൻ ചെയ്യും. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ സെയിൽസ്മാന് പ്രാന്തായി. കുറച്ച് നല്ല ശബ്ദമാണല്ലോ,
വല്ല സിനിമയിലും പോയി ഡബ് ചെയ്തോടെ എന്ന് വെച്ചിട്ടുണ്ട്. ഛേ. ആ പക്ഷെ അത് ബാഹുലേക്ക് ഇറക്കണതിന് മുമ്പാണ്. ആ. പക്ഷെ അന്ന് പുള്ളിക്കറിയില്ല. അപ്പം നല്ല ശബ്ദമാണല്ലോ, നിങ്ങൾക്ക് വല്ലയിടത്തും വല്ല ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിക്കൂടെ ഇങ്ങനെ ബാർഗെയിൻ ചെയ്യണ നേരത്തിന്. എന്നിട്ടും അപ്പം അന്ന് എന്നെ അറിയൂല, തിരിച്ചറിയൂലല്ലോ. ഞാനിങ്ങനെ നമുക്കുള്ളിൽ ചിരിക്കാനല്ലാതെ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണോ, അയ്യോ ഇതൊക്കെ ഞാൻ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ് ഹേ എന്നെനിക്ക് പറയാൻ പറ്റില്ല. പുള്ളിയോട് ഇതൊക്കെ ഞാൻ ആരോട് പറയും, ആരോട് പറയും. ആര് കേൾക്കാൻ. ഇപ്പൊ ഏകദേശം ഒരു 100 അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറിയ കണക്ക് ഞാൻ പറയണം, 100ഓളം കൂടുതൽ ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്തിട്ടുണ്ടാവും. ആഡ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. റിയൽ ലൈഫ് വോയിസ് കൊടുക്കാൻ ആഗ്രഹമുള്ള ഒരു ആക്ടർ ഏതായിരിക്കും? റിയൽ ലൈഫ് ചെയ്യേണ്ട റിയൽ ഒറിജിനൽ വോയിസ്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വോയിസില്ലേ, ഈ വോയിസ് ഒരു ക്യാരക്ടറിന് കൊടുക്കുവാണെങ്കിൽ അത് ഏത് നടനായിരിക്കും കൊടുക്കുക? അരവിന്ദ് സ്വാമിക്ക് ഡബ് ചെയ്താൽ എനിക്ക് കറക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ റഹ്മാനും ഏകദേശം എൻ്റെ നല്ല മാച്ച് ആവാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഡബ് ചെയ്യണത്. ഈ രണ്ടുപേർക്ക് വേണ്ടി ബോബനാലമൂടന് ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇപ്പൊ ഡബിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പയ്യനോട് അല്ലെങ്കിൽ ഇപ്പൊ ഡബിങ് ആഗ്രഹമുള്ളവരോട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മിസ്റ്റേക്ക് വരാൻ പാടില്ലാത്ത, മിസ്റ്റേക്ക് വരുമായിരിക്കും പോട്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും പറയാ? 1, നീ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരണം. 2, നീ വേറെ എന്തെങ്കിലും പണിക്ക് കൂടി പോകണം. 3, നീ ഡബിങ് കൃത്യമായിട്ട് ചെയ്യണം. പണ്ടത്തെ ഒരവസ്ഥയല്ല, നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കൊരു ഭയങ്കര വലിയ, ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നതൊക്കെ ഞാൻ തമാശ രൂപേണ പറഞ്ഞെന്നുള്ളൂ. എങ്കിൽ തന്നെ ഞാൻ പറയുന്ന നമുക്കെപ്പോഴും കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും അത് കിട്ടണമെന്നൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ പ്ലസ് നമുക്ക് ഇതിൽ നിന്ന് മാത്രം വരുമാനത്തെ ആശ്രയിച്ച് ഇത് നമ്മൾ ലേണിംഗ് പീരീഡ്, ഏണിംഗ് പീരീഡ് ഉണ്ട്. ഈ ലേണിംഗ് പീരീഡിൽ എല്ലാവരും അതെൻ്റെ ഏണിംഗ് പീരീഡ് ആണല്ലോ എന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു 5000 രൂപ, ചിലപ്പോൾ ഒരാഴ്ച ഒരു വരുമാനം കിട്ടി, പിന്നെ അടുത്ത മാസത്തേക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലേണിംഗ് പീരീഡ് ആണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മൾ പിറ്റേ ദിവസം തന്നെ ഡബിങ് നിർത്തി നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി നെഗറ്റീവായി പോകും. ഇത്രേ ഉള്ളൂ. പിന്നെ സീ മോർ പീപ്പിൾ ഒബ്സർവേഷനാണ് ഇതിൻ്റെ പിന്നിൽ ഏറ്റവും വലിയ ഒരു വിജയം. ഒബ്സർവേഷനാണ്. അതെ, തീർച്ചയായും. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ക്യാരക്ടേഴ്സിന് ഡബ് ചെയ്യാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ സിനിമകൾ കൂടുതൽ കാണുക, ആളുകളെ കൂടുതൽ കാണുക, പബ്ലിക്കായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുക, ഇതൊക്കെയാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാണ്. അല്ല, അതും വേണം, കഴിവും വേണം. മൊത്തം ഞാൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെല്ലാവരും പോയി ഒബ്സർവ് ചെയ്തിട്ട് എന്തേ വർക്കില്ലല്ലോ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബ് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം. അതൊരു കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള നമ്മൾ പഠിക്കണത്. അതെ, തീർച്ചയായിട്ടും പഠിച്ച് നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. എപ്പോഴും ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ നമുക്ക് കിട്ടുന്ന കാര്യമല്ല. നമ്മൾ ഇപ്പോൾ KSRTC ബസ്സിൽ നടക്കുന്ന കാര്യം നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തരുമോ? ഇല്ല. അല്ലെങ്കിൽ ഒരു ചന്തയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് നമുക്ക് വേറെ ആരും പറഞ്ഞു തരില്ലോ. ഒബ്സർവ് ചെയ്ത ആൾ പറഞ്ഞു തന്നിട്ടും കാര്യമില്ല. അത് നമ്മളായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോഴല്ലേ നമുക്കത് കറക്റ്റ് കിട്ടുള്ളൂ. അതെ, അതാണ്. അപ്പം ഞാൻ തൃശ്ശൂർ പൂഴൻ നടന്ന കാര്യം ആകാശിൻ്റെ അടുത്ത് വന്ന് പറയുന്നതിനേക്കാൾ ആകാശ് പോയി കാണുമ്പോഴാണല്ലോ ആകാശിനത് മനസ്സിലാവും. പക്ഷെ ആ ഒരു വിഷ്വൽ എനിക്ക് ആ നേരത്തെ കിട്ടിയായിരുന്നു. ചെയ്തതിൽ ഇപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഒരു വർക്ക് ഏതാണ്? ആഡ് ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. ഞാനിപ്പോൾ കുറേ വെബ് സീരീസുകൾ നെറ്റ്ഫ്ലിക്സിലേക്കും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് സീരീസുകൾ. ഇപ്പം റാണ നായിഡു എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് സീസൺ 1ഉം സീസൺ 2ഉം ചെയ്ത്. അതിൽ വെങ്കടേഷ് എന്ന് പറഞ്ഞൊരു നടനെ വേണ്ടിയിട്ടാണ് ഡബ് ചെയ്തത്. പിന്നെ ഇപ്പോൾ കുരുക്ഷേത്ര എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിന് വേണ്ടി പുതിയൊരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അർജുനൻ്റെ വോയിസ് ഞാനാണ് കൊടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ ആമസോൺ പ്രൈമിൽ ഏ വതൻ മേരാ വതൻ എന്ന് പറഞ്ഞൊരു ഫിലിം വന്നിരുന്നു. പിന്നെ മൈതാനം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു നമ്മുടെ അജയ് ദേവ്ഗണിന് വേണ്ടിയിട്ട്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അതും അജയ് ദേവിന്റെ വോയിസ് ആണോ കൊടുത്തിരുന്നത്? ഞാൻ ചെയ്ത എൻ്റെ വർക്കെല്ലാം എനിക്കിഷ്ടമാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. എന്നാലും കുറച്ചുകൂടി നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ വെബ് സീരീസുകളൊക്കെ എടുത്ത് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ബഡ്ജറ്റാണ് അവർക്ക് ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട് വേണ്ടത്. അത്രയും രസമായിട്ടാണ് അവർ ചെയ്യുന്നത്. അത്ര വിഷ്വൽ ഇമ്പാക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടാവാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ അത് OTT-യിലാണെങ്കിലും അതൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നു. നൈസ്. ആഡാണെങ്കിലോ ചെയ്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ആഡ് ഇതിലുണ്ടാവും പറയാൻ? ആഡിൽ ഏറ്റവും വെച്ചാൽ ഞാൻ ഈ സാധാരണ ആഡുകളിലൊക്കെ നമ്മൾ ഘനഗംഭീരമായ ശബ്ദമാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിജിപാൽ, മ്യൂസിക് ഡയറക്ടർ ബിജിപാൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പരസ്യമുണ്ട്, നമ്മുടെ മാതൃഭൂമി പത്രത്തിൻ്റെ പരസ്യമാണ്. ഈ മാതൃഭൂമി പത്രത്തിൻ്റെ പരസ്യത്തിൽ ഒരു അപ്പൂപ്പൻ വന്നിട്ട് പുള്ളിയുടെ പെൻഷൻ എന്തോ പ്രശ്നമായിട്ട് ഈ പെൻഷന് വേണ്ടിയിട്ട് പല ഓഫീസുകളിൽ പുള്ളി കയറി ഇറങ്ങുന്ന ഒരു സാധനമാണ്. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ ഉള്ളൊരു പുള്ളിയാണ് അഭിനയിച്ചേക്കണത്. അപ്പോൾ പുള്ളിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്ക് ആ ശബ്ദം ഒന്ന് കൊടുക്കണമെന്ന് ഞാൻ ചെന്ന് ഡബ് ചെയ്ത് അപ്പൂപ്പന്. അത് ഏകദേശം ഒരു 80 വയസ്സ് പ്രായമുള്ളൊരു അപ്പൂപ്പനായിട്ടാണ് പുള്ളി അഭിനയിച്ചത്.
അപ്പോൾ എൻ്റെ വീടിൻ്റെ 3 വീട് അപ്പുറത്തുള്ള ഒരു ചേട്ടൻ്റെ സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ പറഞ്ഞില്ല, ഈ ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞില്ല. നമ്മൾ ഇങ്ങനെ ഒരുപാട് പേരെ ഒബ്സർവ് ചെയ്ത് നമ്മുടെ വോയിസ് ബാങ്ക് ആകുന്ന നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് കഴിയുമ്പോഴും നമുക്കൊരു ക്യാരക്ടറിനെ ഫ്രണ്ട് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ അപ്പുറത്തെ ശങ്കരൻകുട്ടി ചേട്ടൻ്റെ ശബ്ദമാണല്ലോ, ഇത് മറ്റേ ഇന്ന പോലത്തെ ഇന്ന ചേട്ടൻ്റെ സൗണ്ടാണല്ലോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ സൗണ്ടാണല്ലോ, ഇതാ മറ്റേ ബിജുവിൻ്റെ സൗണ്ടല്ലേ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും നമ്മുടെ മനസ്സ്. അപ്പോൾ ആ സൗണ്ട് നമ്മളിതിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കൊള്ളാലോ എന്ന് അപ്പുറത്തെ ഡയറക്ടർ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അത് അങ്ങനെ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഞാനത് ഡബ് ചെയ്തു. 6 വർഷമായി എൻ്റെ പെൻഷൻ, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്താ തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പറയും, ഞാൻ എന്താ തരേണ്ടതെന്ന് ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ എന്തെങ്കിലും കൈക്കൂലി തരണോ, സംതിങ് തരണോ എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. ഈ അപ്പൂപ്പൻ കുറേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മാതൃഭൂമി പത്രമുണ്ട്. അപ്പോൾ ഈ പരസ്യം എന്ന് പറഞ്ഞാൽ മാതൃഭൂമി പത്രം വായിക്കുന്നവർ നല്ല ശീലമുള്ളവരാണ്, കൈക്കൂലി ഒന്നും വാങ്ങാത്ത നല്ല ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മാഷ പേപ്പറും കൊണ്ട് തരൂ, ഇതിനൊക്കെയല്ലേ നമ്മുടെ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ സീലടിച്ച് കൊടുക്കുന്നു, പുള്ളിയുടെ പെൻഷൻ ചാലുവാക്കുന്നു. പ്ലസ് ഈ ഓഫീസർ വായിക്കുന്ന മാതൃഭൂമി പത്രം. മാതൃഭൂമി യഥാർത്ഥ പത്രത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞൊരു വോയിസ് ഓവറുണ്ട്. വോയിസ് ഓവർ ഞാനല്ല, എൻ്റെ കൂട്ടുകാരനെ ചെയ്ത്, ദിനേശ് പ്രഭാകറാണ് ചെയ്ത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഇന്നത്തെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ജിസ് ജോയ്, അതുപോലെ തന്നെ ബിജി ബാലാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തത്, അതുപോലെ തന്നെ ദിനേശ് പ്രഭാകർ അതിനകത്ത് ഈ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ അപ്പൂപ്പൻ്റെ സൗണ്ട് കൊടുക്കാനുള്ള ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ 3-4 പേര് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു, ഒരു അഡ്വർടൈസ്മെൻറ്റ് പടമായിരുന്നു. അത് മാതൃഭൂമിക്ക് വേണ്ടി ചെയ്തൊരു പരസ്യമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരസ്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും വീഗാലാൻഡിൽ പോയി കഴിഞ്ഞപ്പോൾ ആ വീഗാലാൻഡിൽ ഈ പരസ്യം ഇങ്ങനെ ഇട്ടുണ്ടായിരുന്നു സാർ. അപ്പോൾ അത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പരസ്യം. നൈസ്. ഇപ്പോൾ ചതി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചതി പോട്ട് നോക്കാം നമുക്ക്, ലോയൽറ്റി എന്ന് പറയുമ്പോൾ രാജാവിനോട് ലോയൽറ്റി കാണിക്കുന്ന ഒരാളായിരുന്നു കട്ടപ്പ. അതെ, ഈ ഇൻഡസ്ട്രിയിൽ ഇത്രയും നാളായിട്ടും ഇതുപോലെ ഒരു ഫ്രണ്ട് കട്ടപ്പയ്ക്ക് വോയിസ് കൊടുത്ത ആൾക്കുണ്ട? ആരോട്? പ്രവീൺ ചേട്ടൻ ഇതേപോലെ കട്ടപ്പയുണ്ട ഇൻഡസ്ട്രിയിൽ, ഡബിങ് ഇൻഡസ്ട്രിയിൽ? എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഡബിങ് എന്ന് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് വെരി ഫസ്റ്റ് പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീരമുദ്ര എന്ന് പറഞ്ഞൊരു ടെലിഫിലിം ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്, ദൂരദർശനിലേക്ക് കൊണ്ട് ചെയ്ത്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചച്ഛനാണ് ചെയ്തത്. എൻ്റെ കൂട്ടുകാരൻ്റെ പേര് അരുൺ എന്നാണ്. അദ്ദേഹം വയനോട്ട് എന്ന് പറഞ്ഞൊരു അഡ്വർടൈസ്മെൻറ്റ് ഏജൻസി പ്രൊഡക്ഷൻ ഹൗസൊക്കെ വിളിക്കണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ 13 എപ്പിസോഡിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയം. മദ്രാസിൽ നിന്ന് സിനിമ കേരളത്തിലേക്ക് പറിച്ച് നട്ടിട്ടില്ല. പകരം ദൂരദർശനിലെ സീരിയലുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ വിഷ്വൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഏക മാർഗ്ഗം. അതും 13 എപ്പിസോഡ് അപ്രൂവ്ഡ് സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോയിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ജോലി ചെയ്യാമെന്നാണ് എൻ്റെയും ഇവൻ്റെയും വിചാരം. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ ബൈക്കും സ്റ്റാർട്ടാക്കി ഓടിച്ച് നടക്കും. അവിടെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് പറയും, അവിടെ അവിടെ ഇല്ലയെന്ന് പറയും, പിന്നെ അടുത്ത സ്ഥലത്തു. അങ്ങനെ പോകെ കൂട്ടുകാരൻ്റെ കൊച്ചച്ഛൻ ഈ ഒരു ഷോർട്ട് ഫിലിം, ഒരു ടെലിഫിലിം എടുക്കും, വീരമുദ്ര എന്ന് പറഞ്ഞ ടെലിഫിലിം ഷൂട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ആ ടെലിഫിലിമിൻ്റെ ലൊക്കേഷനിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല ഭാഗ്യമുള്ള ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നതിന് 2 മണിക്കൂർ മുമ്പ് പാക്കപ്പായി. അവിടെ മൊത്തം പരിപാടിയും തീർന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണമെന്നുള്ള മോഹമൊന്നും നടന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ അവിടെ ആങ്ങി തോങ്ങി കള്ളുഷാപ്പിൽ പട്ടി നിൽക്കുന്ന പോലെ ഞങ്ങൾ നിന്നവിടെ നിന്ന് കഴിഞ്ഞിട്ട് അന്ന് ഇതൊക്കെ കൂടി ഡബ് ചെയ്യാനായിട്ട് എറണാകുളത്തേക്ക് കൊണ്ടുവന്നു. അന്ന് യുമാറ്റിക് ബീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെക്കോർഡിങ് നടക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൂട്ടുകാരൻ്റെ കൊച്ചച്ഛൻ ആളിത്തിരി സീരിയസ് ആണെങ്കിലും പുള്ളിയുടെ പേര് ജയമോഹൻ എന്നാണ്, കാലിക്കറ്റ് ജയമോഹൻ. ഒരുപാട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള കക്ഷിയാണ്, അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള കക്ഷിയാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ ഡയറക്ടർ. അദ്ദേഹം പറഞ്ഞു, ഇവിടെ വരൂ, തനിക്ക് ഇതിനകത്ത് 2-3 സൗണ്ടുകൾ കൊടുക്കാൻ പറ്റും നോക്കുന്നു. അങ്ങനെ പുള്ളിയാണ് എന്നെ കൊണ്ട് ആദ്യം ഡബ് ചെയ്യിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡബ്ബൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പം പുള്ളി ഒരു 200 രൂപ എനിക്ക് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. നല്ല ശബ്ദമാണ്, അതുകൊണ്ടൊക്കെ രക്ഷപ്പെടാൻ നോക്ക്. അതായത് അന്ന് പുള്ളി പറഞ്ഞ ആ ഒരു വാക്കാണ് പിന്നീട് സത്യമായിട്ട് ഭവിച്ചത്. പുള്ളിയാണ് എൻ്റെ ഒരു ഗോഡ് ഫാദറായിട്ട് ഞാൻ പുള്ളിനെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് പേര് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരുപാട് പേര് വഴികാട്ടികളായ ഒരുപാട് പേരുണ്ട്. അന്ന് അരുണിൻ്റെ കൊച്ചച്ഛനാണ്, ജയമോഹൻ കൊച്ചച്ഛനാണ് നമ്മളെ ഈ വേദിയിലേക്ക് കൈപിടിച്ച് കയറ്റിയതും ആദ്യമായിട്ട് ഒരു പ്രതിഫലം കയ്യിൽ വെച്ച് തരുന്നത് അദ്ദേഹമായിരുന്നു. അതിനുശേഷം ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചവിട്ടുപടികളായിട്ട് നമ്മളെ പല സ്ഥലത്തും കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഒരാളല്ല, കുറേ പേരാണ്, ഒരുപാട്. പക്ഷെ തുടക്കം കുറിച്ച് ഇദ്ദേഹം തന്നെയാണ്. ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ഇല്ല, ഒരു പരിപാടി ഇല്ല അവിടെ പൊക്കോ എന്ന് പറഞ്ഞു വിടാമായിരുന്നു, അല്ല വേറെ ആരെങ്കിലും വിളിച്ച് ഡബ് ചെയ്യിക്കാമായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ നടന്നത് പിള്ളേരാണല്ലോ എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ട് തന്നു. ഇപ്പോൾ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിൻ്റെ മെയിൻ കീ പോയിന്റ് എന്താണ്? വോയിസ് ആണോ അല്ലെങ്കിൽ ആ മോഡുലേഷൻ സ്കില്ലാണോ?
അത് ഓരോ കാലഘട്ടത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ പാറപ്പുറത്ത് ചിരട്ടിയിട്ട് ഉരയ്ക്കുന്ന ശബ്ദമുള്ള വില്ലൻ, അത്യാവശ്യം അതിനോട് തന്നെ കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കുന്ന ശബ്ദമുള്ള ഒരു നായകൻ, കിളിമണി പോലെ സംസാരിക്കുന്ന ഒരു പെങ്കൊച്ചായ നായിക, അതിനേക്കാളും പൂച്ചക്കുഞ്ഞായിട്ട് സംസാരിക്കുന്ന ഒരു അനീതി, ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ കൺസെപ്റ്റുകൾ. പക്ഷേ ഇംഗ്ലീഷ് സിനിമയിൽ നേരെ തിരിച്ചാണ്. ചിലപ്പോൾ നല്ല ഭംഗിയുള്ള നായിക സംസാരിക്കുന്നത് എന്നായിരിക്കും. അപ്പോൾ അതിൽ മാറ്റം വന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അത്യാവശ്യം കൃഷി പരിപാടിയൊക്കെ ഉള്ള വീട്ടിൽ, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ചേർന്ന് കൊറോണ സമയത്ത് കൃഷിയൊക്കെ ചെയ്യും. അപ്പോൾ അന്ന് വീട്ടിൽ ഈ വാക്കത്തിയൊക്കെ കാച്ചിക്കാനായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അന്ന് വാക്കത്തി കാച്ചിക്കുന്ന പണിക്കാരൊക്കെ കുറവാണ്. അപ്പോൾ ഏതൊരു സ്ഥലത്തൊരു വാക്കത്ത് കാച്ചിക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ അന്വേഷിച്ച് പിടിച്ച് ആ വീടൊക്കെ അന്വേഷിച്ച് പിടിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു അജാനുബാഹുവായ മനുഷ്യൻ ഇറങ്ങി വന്നോടുന്നു. അപ്പോൾ ഞാനടുത്ത് ഇയാളായിരിക്കും വാക്കത്ത് കാച്ചാൻ. ഞാൻ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു, ചേട്ടാ വാക്കത്ത് കാച്ചിക്കാൻ വന്ന. അപ്പം ഇയാളിങ്ങനെ, ഞാനല്ല, അച്ഛനെ വാക്കത്ത് കാച്ചിക്കണേ, അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛൻ്റെ പനിയാ. അപ്പം അതാണ് പുള്ളിയുടെ റിയൽ സൗണ്ട്. പക്ഷെ ഒരു സിനിമയിൽ ഈ സാധനം പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇതാവില്ല. അപ്പം പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ പാറപ്പുറത്ത് ചട്ടിട്ട് ഉരയ്ക്കുന്ന വില്ലനുമൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ കിളിപോലെ സംസാരിക്കുന്ന നായികയൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ നായികയുടെ ശബ്ദം കേട്ട് നോക്കി, നായികയ്ക്ക് എന്താണോ ശബ്ദം ആ ശബ്ദം തന്നെ അല്ലേ? അല്ലെങ്കിൽ നായകൻ ചിലപ്പോൾ പീപ്പിളായ ശബ്ദമാണെങ്കിൽ പീപ്പിളായ ശബ്ദം, അല്ലാണ്ട് ഭയങ്കര ബേസുള്ള ശബ്ദമാണെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിൻ്റെ ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും മലയാള സിനിമയിൽ. പണ്ടും മലയാള സിനിമയിൽ ഭയങ്കര ബേസ് സൗണ്ടുള്ള നടിമാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിലായിരുന്നെങ്കിൽ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ട് അവർക്ക് കൊണ്ട് ഡബ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പലരുടെയും ശബ്ദങ്ങൾ മാറ്റി. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് എന്താണോ റിയൽ സൗണ്ട് അത് തന്നെ. അതിപ്പോൾ സിറ്റുവേഷൻസ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അഭിപ്രായം. പണ്ടത്തെ സിനിമ എടുത്ത് നോക്കും, ഒരു 80s അല്ലെങ്കിൽ 90s സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും പോലീസ് സ്റ്റേഷനിലെ പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നതും ഡ്രൈവർ വണ്ടി എടുക്കുക എന്ന് മറ്റേ SI പറഞ്ഞു. ഒരു SIയും ഡ്രൈവറോട് വണ്ടി എടുക്കണോ എന്ന് പറയാറില്ല. വണ്ടി പോട്ടെ, ഇത്രേ ഉള്ളൂ, വണ്ടി പോട്ടെ കേട്ടോ, ഇത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം ആ റിയലിസ്റ്റിക് ആയിട്ട്. അപ്പോൾ ആ റിയലിസ്റ്റിക് വേണോ അതോ നാടകീയത വേണോ അതിഭാവുകത്വം വേണോ എന്നുള്ളത് അത് പല ട്രെൻഡുകളിൽ മാറുന്നതാണ്. ഡിപ്പെൻസ് ആണ്. ഓക്കെ. ഇപ്പോൾ എന്തായാലും റിയലിസ്റ്റിക് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ട്രെൻഡും മേ ബി മാറിയേക്കാം. അതാണ്. അതെ. ഇപ്പോൾ ഡബ്ബിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഡബ്ബിങ് അല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നതാണ്, വേറെ എന്തൊക്കെ ചെയ്താലും തിരിച്ച് ഡബ്ബിങ്ങിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പോൾ 2018 തുടങ്ങിയ ഒരു പണിയുടെ ചെറിയൊരു പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ നല്ലൊരു സിനിമയ്ക്ക് കഥ എഴുതി ആ കഥയുടെ സീൻ ഓർഡറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഥ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ ഇഷ്ടം? വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യാനോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം വളരെ കുറവാണ്. പിന്നെ ഞാനങ്ങനെ വലിയ വായനാശീലമുള്ള ആളോ അല്ലെങ്കിൽ ഭയങ്കര ആഴത്തിൽ വായനയുള്ള ആളോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. സിനിമ കാണാൻ ഇഷ്ടമാണെങ്കിൽ പോയി സിനിമ കാണും, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഡ്രൈവ് ചെയ്യും, അത്രയ്ക്കുള്ളൂ. അല്ലാതെ ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് ചോർത്തിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഭയങ്കര പിന്നെ ചെടികൾ നടന്ന് കൃഷി ചെയ്യുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സമയം കളയും. ഡെയിലി ഡബ്ബിംഗ് ഉണ്ടാവും. അതെ. ചില സമയത്ത് ചില ദിവസങ്ങളിൽ സമയം കിട്ടാറുമില്ല. ഫുൾ ടൈം ഒരു ദിവസം എത്രത്തോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഡബ്ബിങ്ങിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? അത് ഇപ്പോഴത്തെ കാലത്ത് നോക്കുമ്പോൾ പണ്ടൊക്കെ ഓണത്തിന് സമയം ഇറങ്ങുമ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് ഇറങ്ങി ഓരോ സ്റ്റുഡിയോസിലും ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവും, ഓഫർ ആഡുകളുണ്ടാവും. അപ്പോൾ അന്ന് രാവിലെ ഒരു 10 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് അവസാനിക്കാത്ത ഷെഡ്യൂളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും എന്താ പറയുക, പരസ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു, അല്ലെങ്കിൽ വർക്കുകളുടെ എണ്ണം വേറെ രീതിയിലായി, പരസ്യത്തിൻ്റെയൊക്കെ സ്റ്റൈൽ തന്നെ മാറിപ്പോയി. റീൽസ് ആവുന്നു, TV കൊമേഴ്സിൽ മാറി റീൽസ് ആവുന്നു, റേഡിയോ സ്പോട്ടുകൾ മാറി മറ്റ് സംഭവങ്ങളാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റപ്പായി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ജോലിയുണ്ട് ഇപ്പോഴും പണിക്ക് കുറവൊന്നുമില്ല. ഓക്കെ. അപ്പോൾ വോയിസ് ഓവറിലൂടെ തന്നെ വേൾഡ് ഓവറും ചേട്ടന് അറിയപ്പെടട്ടെ. വന്നതിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ.